ഒപ്പം തന്നെ രണ്ടാം ഘട്ട ചർച്ചകൾ വരുന്ന ദിവസം വൈറ്റ് ഹൌസിൽ ചർച്ച നടക്കാനിരിക്കുകയാണ്. എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരിക്കും തീരുമാനിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അറബ് രാജ്യങ്ങൾ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? ഇതിൽ നിർണായകമായിട്ടുള്ള ചർച്ച ഇപ്പം നടക്കാൻ പോകുന്നത് ഈ മാസം 29-നാണ്. വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടക്കുന്ന ആ ചർച്ച, ഈ രണ്ടാം ഘട്ട ചർച്ചകളിൽ വളരെ നിർണായകമായിരിക്കും. ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ഈ ചർച്ചയിൽ കടന്നു വരിക? എന്തായാലും വളരെ പ്രധാനമായിരിക്കും ഈ രണ്ടാം ഘട്ടം എന്ന് ഇസ്രായേൽ നേതൃത്വവും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അന്തർദേശീയ സേനയുടെ വിന്യാസം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഒരു ഇടക്കാല സർക്കാർ രൂപവൽക്കരണം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇസ്രായേൽ വിലയിരുത്തുന്നതും അവർ മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെടുന്നതും ഹമാസിന്റെ നിരായുധീകരണം തന്നെയാണ്. പക്ഷേ ആ നിരായുധീകരണത്തിലേക്ക് കടക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന്, മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യമാണെന്ന് ഹമാസ് നേതൃത്വം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്നത് ഈ ഒന്നാം ഘട്ടത്തിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആദ്യഘട്ടത്തിലെ വ്യവസ്ഥകൾ പോലും നിരന്തരമായിട്ട് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് അവസാനം കുറിക്കേണ്ടതുണ്ട്. ഒരു അന്തർദേശീയ സമിതി തന്നെ ഇത്തരം ഈ വെടിനിർത്തൽ കരാറിന്റെ മേൽനോട്ടത്തിന് ഉണ്ടായിരിക്കണം. അവരായിരിക്കണം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം ഗസയിൽ നിന്ന് പൂർണ്ണമായ തോതിൽ നടപ്പാക്കേണ്ടതുണ്ട്. ആ പൂർണ്ണമായിട്ടുള്ള തോതിലുള്ള ഈ ഇസ്രായേൽ സേനയുടെ പിന്മാറ്റത്തോടൊപ്പം തന്നെ വരാൻ പോകുന്ന സേനയുടെ എന്തായിരിക്കും അവരുടെ ദൗത്യം, ഈ ഫലസ്തീൻ ജനതയുടെ ദൈനംദിന ജീവിതത്തിൽ ഏതു സ്വഭാവത്തിലായിരിക്കും ഈ സേന ഇടപെടുക എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം വേണമെന്നുകൂടി മധ്യസ്ഥ രാജ്യങ്ങളോട് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലും കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പുകൾ മുന്നോട്ട് വെക്കാമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് കൈറോയിൽ നടന്ന ചർച്ചയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഹമാസിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പം അൽ ജസീറ ഖാലിദ് മിഷൽ എന്ന ഹമാസ് നേതാവുമായി നടത്തിയ സുദീർഘമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഭാവിയിൽ ഗസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ തങ്ങൾ ഉറപ്പ് നൽകാം. പക്ഷേ അതിന് മുന്നോടിയായിട്ട് തങ്ങൾ നേരത്തെ വ്യവസ്ഥാപൂർണ്ണം നേരത്തെ ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച ആ വ്യവസ്ഥകൾ പാലിക്കപ്പെടാൻ ഇസ്രായേലും ബാധ്യസ്ഥതയുണ്ട്. അത് മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും അക്കാര്യം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്തർദേശീയ സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട് തുർക്കിയും ഖത്തറും അതിൽ ഉൾപ്പെടാൻ പാടില്ല എന്ന ഒരു വളരെ ഉറച്ച നിലപാടാണ് ഇപ്പോൾ പോലും ഇസ്രായേൽ നേതൃത്വം കൈക്കൊള്ളുന്നത്. ഈ രണ്ട് രാജ്യങ്ങൾക്കും സേനയെ അയക്കാൻ ഒരു നിലക്കും അനുവദിക്കരുത് എന്നുകൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക്കും ബെൻഗവറും ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇന്നിപ്പോൾ തുർക്കിയിലെ അമേരിക്കൻ അംബാസഡർ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതും തുർക്കിയെ ഇതിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അത്തരമൊരു സേനക്ക് മാത്രമേ സുരക്ഷയും സുസ്ഥിരതയും ഈ ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധിക്കൂ. അതുകൊണ്ട് തുർക്കിയുടെ പങ്കാളിത്തം നിർബന്ധമാണ് എന്നൊരു പ്രതികരണമാണ് അമേരിക്കൻ അംബാസഡർ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ 29-ന് നടക്കുന്ന നിർണായകമായിട്ടുള്ള വൈറ്റ് ഹൌസ് ചർച്ചയായിരിക്കും രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാവിയും അതിന്റെ സ്വഭാവവും നിർണ്ണയിക്കുക. ധന്യ. ശരി, MC.